നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിജീവനം കരുത്താക്കി ജീവിതത്തോട് പൊരുതി അതിൽ വിജയിച്ച ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മേലാറ്റൂർ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കൃഷ്ണൻ തെങ്ങുംതൊടിയിലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്, കേരള വിഷൻ ന്യൂസിനോടൊപ്പമുണ്ട്. ആ അതിജീവനം എന്താണ് എന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. എന്താണത്? എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രതിസന്ധി കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ അതിന് താങ്ങുന്നണലായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ എനിക്കൊരു ചുമതല തന്നു പാർട്ടിയാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തതും. അതുപോലെ നാട്ടുകാരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരെല്ലാവരും. അതിൽ ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ആർക്കും എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാലഘട്ടം വന്നാൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നൊരു നാടാണ് നമ്മൾ ഈ എടയാറ്റൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഇതേപോലെ പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി ഞാനിപ്പോൾ DYFൻ്റെ മേലാറ്റൂർ മേഖല കമ്മിറ്റി അംഗമാണ്. അതുപോലെ PKSൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം, അതുപോലെ DAWF നമ്മളെ ഭിന്നശേഷി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ ഒരു അവസരം തന്നിട്ടുണ്ട് ബ്ലോക്ക് ഡിവിഷൻ പഞ്ചായത്തിലേക്കുള്ള മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ട്. അങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഈ ക്യാൻസറിനെ അതിജീവിച്ച ഒരാളാണല്ലേ? അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ക്യാൻസർ എന്ന് പറയുന്ന വെല്ലുവിളി നേരിടുന്ന മനുഷ്യരുണ്ടാവും. അതിനെങ്ങനെ പോസിറ്റീവായി അതിജീവിക്കുക എന്നുള്ള മനുഷ്യരിൽ ഒരാളാണ് താങ്കളടക്കമുള്ളവർ. എങ്ങനെ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, നമുക്കൊരു അസുഖം വന്നതെന്ന് വിചാരിച്ചിട്ട് ആരും നമ്മൾ ഡൗൺ ആയിരിക്കാതെ നമ്മളെ എല്ലാ ആളുകളുടെ ഇടയ്ക്ക് വന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കിട്ടും. നമ്മളിപ്പോൾ DYFത്തെ സുഹൃത്തുക്കളാണ് എന്നെ ഇങ്ങനെ പുറലോകമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മൾ പുറലോകമായിട്ട് കൂടുതലായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിതാനുഭവം. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് തേടി ഇറങ്ങുമ്പോൾ ജനങ്ങൾ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് മേലാറ്റൂർ ഡിവിഷൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉറച്ച ഒരു ഡിവിഷനാണ്. സ്വാഭാവികമായും ഇത്തവണ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ? തീർച്ചയായും എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ എല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ആളുകളൊക്കെ, ഇതര പാർട്ടിയിലുള്ള ആളുകളൊക്കെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട് മുന്നോട്ട് പോകാൻ. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും. അതെ. മറ്റൊന്ന്, ഈ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇനി എന്തൊക്കെ ഒരു വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ഏതൊക്കെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്നാലൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ബ്ലോക്ക് മെമ്പർ എന്നുള്ള രീതിയിൽ ഡിവിഷൻ്റെ എല്ലാവിധ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കും. ഭയങ്കര പോസിറ്റീവ് ഓറയാണ് താങ്കളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയും ഒരു പോസിറ്റീവ് നിലനിർത്താൻ പറ്റട്ടെ. ആശംസിക്കുന്നു. ഓക്കെ. കൃഷ്ണൻ തെങ്ങുംതൊടിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ക്യാൻസർ വെല്ലുവിളിയായി വരുന്നത്. ക്യാൻസറിനെ തുടർന്ന് ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പക്ഷേ അവിടെയൊന്നും തളർന്നില്ല. ഇന്നിതാ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി ജനപ്രതിനിധിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.